ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് വെറും 3 പേർ മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൃപർ, പിന്നെ കൃതവർമാവ്, മൂന്നാമത് ഗുരുപുത്രനായ അശ്വത്ഥാത്മാവ്. ഈ അശ്വത്ഥാത്മാവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിതാവായ ദ്രോണാചാര്യർ അർജുനന് മാത്രമേ ആദ്യം ബ്രഹ്മാസ്ത്ര വിദ്യ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ക്രുദ്ധനായ ഈ അശ്വത്ഥാത്മാവ് പിതാവിൽ നിന്നും നിർബന്ധം പിടിച്ച് ബ്രഹ്മാസ്ത്ര വിദ്യ കൈക്കലാക്കുകയായിരുന്നു. അദ്ദേഹം ഇത് പുത്രനെ ഉപദേശിച്ചിട്ട് പറയുന്നുണ്ട്, ഏതൊരാപത്ഘട്ടത്തിലും നീ ഈ ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ചും മനുഷ്യരാശിയുടെ ഇടയിൽ പ്രയോഗിക്കാനേ പാടില്ല. കാരണം നീ സന്മാർഗത്തിലൂടെ നടക്കുന്നവനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ഈ അശ്വത്ഥാത്മാവ് അവിടെ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഒടുവിൽ ദ്വാരകയിലെത്തുമ്പോൾ യാദവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ദ്വാരകയിൽ ഇങ്ങനെ കുറച്ച് ദിവസം താമസിച്ചിട്ട് ഒരു ദിവസം രഹസ്യമായിട്ട് കൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നു, എൻ്റെ പിതാവ് എനിക്ക് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ച് തന്നിട്ടുണ്ട്, ആ ദിവ്യാസ്ത്രത്തെ ഞാൻ നിനക്ക് തരാം. കൃഷ്ണ, നീ നിൻ്റെ സുദർശന ചക്രത്തെ എനിക്ക് പകരം തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ട ഭഗവാൻ പറയുന്നു, സുദർശന ചക്രം, ഗദ, ശക്തി, വില്ല് തുടങ്ങിയ എല്ലാ അസ്ത്രങ്ങളും ദാ ഇവിടെ ഇരിപ്പുണ്ട്. നിനക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഏത് അസ്ത്രമാണെന്ന് വെച്ചാൽ നീ അത് എടുത്തോളൂ, പക്ഷേ ബ്രഹ്മാസ്ത്രം എനിക്ക് വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. ഇത് കേട്ട് സന്തോഷിച്ച് അശ്വത്ഥാത്മാവ് ചാടി അങ്ങ് എണീറ്റിട്ട് 1000 അരക്കാലുകളും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതുമായ ആ സുദർശന ചക്രത്തെ ഇടത് കൈകൊണ്ട് വളരെ ലാഘവത്തോടെ എടുത്തു പൊക്കാൻ ശ്രമിക്കുകയാണ്. ഇടത് കൈ കൊണ്ട് പൊക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ വലത് കൈ ഉപയോഗിച്ചു. പിന്നീട് 2 കൈ മാറി ഉപയോഗിച്ചിട്ടും സുദർശന ചക്രത്തെ ഒന്ന് അനക്കാൻ പോലും ഈ അശ്വത്ഥാത്മാവിന് സാധിക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ സുദർശന ചക്രത്തെ എടുത്തുയർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ഭഗവാൻ പറയുന്നു, മനുഷ്യരിലും ദേവന്മാരിലും ഒരുപോലെ ആദരണീയനാണ് കപിത്വജനും ഗാണ്ഡീവധാരിയുമായ അർജുനൻ ഉമാപതിയായ ശ്രീമഹേശ്വരനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് അദ്ദേഹത്തെ സംപ്രീതനാക്കിയിട്ടുണ്ട്. അർജുനനോളം പ്രിയപ്പെട്ടവനായി എനിക്ക് ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ആ അർജുനൻ പോലും ഈ സുദർശന ചക്രത്തെക്കുറിച്ച് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ പുത്രനായ പ്രത്യുഘ്നനോ ജ്യേഷ്ഠനായ ബലരാമനോ സാമ്പനോ മറ്റാരും തന്നെ ഈ സുദർശന ചക്രത്തെ ഇതുവരെ എടുത്ത് ആ ഒരു കാര്യം പോലും അവരെന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിന്റെ പിതാവായ ദ്രോണാചാര്യർ ഭരതവംശത്തിൻ്റെ ആചാര്യനാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നു. അതുപോലെ നിന്നെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ ഈ സുദർശന ചക്രവും ആവശ്യപ്പെട്ട് ഇവിടെ വന്നത് എന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ അശ്വത്ഥാത്മാവ് പറയുന്ന മറുപടി വളരെ രസമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇതുകൊണ്ട് നിനക്ക് വേണ്ടി പൂജ ചെയ്ത് നിന്നെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ആ മൂഢനായ അശ്വത്ഥാത്മാവ് ഭഗവാനോട് പറയുന്നത്. അതായത് അശ്വത്ഥാത്മാവ് മനസ്സിലാക്കിയിരിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധം എന്നുള്ളത് ഭഗവാന്റെ സുദർശന ചക്രമാണ്. എന്നിട്ട് പറയാണ്, ആ സുദർശന ചക്രത്തെ എൻ്റെ കയ്യിലാക്കിയാൽ എനിക്ക് ഈ പ്രപഞ്ചത്തിലെ അജയ്യനായി മാറാൻ സാധിക്കും. ആ ഒരു മോഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്നിട്ട് പറയാണ്, ഞാനിതാ എൻ്റെ മോഹം അവശേഷിച്ചിട്ട് എൻ്റെ മോഹവുമായി തന്നെ ഞാനിതാ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൊടുത്ത കുറേ കുതിരകളെയും കുറേ രക്തങ്ങളെയും ഒക്കെ സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. ഈ ബ്രഹ്മാസ്ത്രത്തെയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനത്തിൽ അല്ലേ ഉത്തരാഗർഭത്തിലുള്ള ആ ശിശുവിൻ്റെ നേരെ ഈ അശ്വത്ഥാത്മാവ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഭഗവാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. ആ കുഞ്ഞാണ് നമുക്ക് ഭാഗവതം കിട്ടാൻ കാരണമായ പരീക്ഷിത് രാജാവായിട്ട് വളർന്നു വരുന്നത്. ഈ ഗർഭസ്ഥ ശിശുവിന് നേരെ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച അശ്വത്ഥാത്മാവിനെ ഭഗവാൻ ശപിക്കുന്നുണ്ട്. എന്താണ് ശപിച്ചത്? 3000 വർഷം ആരോടും സംസാരിക്കാൻ കഴിയാതെ നീ ഈ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. രക്തവും പഴുപ്പും ഒലിക്കുന്ന നിന്റെ ശരീരം ദുർഗന്ധം കാരണം നിനക്ക് മനുഷ്യരുടെ ഇടയിൽ വരാൻ സാധിക്കാതെ ഘോര വനങ്ങളിൽ നീ വസിക്കുമെന്ന് ഭഗവാൻ ഇവനെ ശപിക്കുകയാണ്. ആ ശപവും കൊണ്ടാണ് ഇപ്പോഴും ഏതോ വനാന്തരങ്ങളിൽ അശ്വത്ഥാത്മാവ് വസിക്കുന്നുണ്ടെന്നാണ് മഹാഭാരതം പറയുന്നത്. അപ്പോൾ എന്താ, കുലഗുരുവായ ആ ആചാര്യനായ ദ്രോണാചാര്യരുടെ പുത്രനായി ജനിച്ചിട്ട് പോലും ആ ഒരു നല്ലൊരു ജന്മത്തെ മോക്ഷത്തിലെത്തിക്കാനായിട്ട് അശ്വത്ഥാത്മാവിന് സാധിക്കുന്നില്ല.
ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.